എല്ലാവർക്കും കേരള ഫുഡ്വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒട്ടും കയ്പില്ലാത്ത അടിപൊളി ടേസ്റ്റിലുള്ള ഒരു നാരങ്ങ അച്ചാറാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഈ അച്ചാർ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടല്ല ഉണ്ടാക്കുന്നത്. ഒരു 20-25 ദിവസം നാരങ്ങ ഉപ്പിലിട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അച്ചാറിന് ഒട്ടും കയ്പും ഉണ്ടാവില്ല, നാരങ്ങ എല്ലാം നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നാരങ്ങ ഉപ്പിലിട്ട് വയ്ക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 15 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടൈപ്പ് ചെറുനാരങ്ങയാണ്. നിങ്ങൾ എടുക്കുന്ന നാരങ്ങയ്ക്ക് വലിപ്പം കുറവാണെന്നുണ്ടെങ്കിൽ 20 എണ്ണമൊക്കെ എടുക്കാവുന്നതാണ്. നന്നായിട്ട് പഴുത്ത നാരങ്ങ വേണം എടുക്കാനായിട്ട്. ഇത് ഞാനൊരു അരമണിക്കൂർ ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിലിട്ട് വെച്ച ശേഷം നല്ലതുപോലെ വാഷ് ചെയ്ത് തുടച്ചെടുത്തിട്ടുള്ളതാണ്. ക്ലീൻ ആയിട്ടുള്ള ഒരു തുണിയോ അല്ല ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ച് ഓരോ നാരങ്ങയും തുടച്ചെടുക്കണം. ഇതിനകത്തൊട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോവും. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലാണ് നമ്മൾ നാരങ്ങ ഉപ്പിലിട്ട് വെക്കുന്നത്. ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രങ്ങളിലിട്ട് വെക്കരുത്. നമ്മൾ നാരങ്ങ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയിലും കട്ടിംഗ് ബോർഡിലൊന്നും ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. നാരങ്ങയുടെ 2 അറ്റവും ആദ്യം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ആദ്യം നാരങ്ങേനെ ഒന്ന് 2ആയിട്ട് മുറിക്കാം. ഇനി ഓരോ ഹാഫിനെയും വീണ്ടും 4ആയിട്ട് കട്ട് ചെയ്യാം. ഇത് നല്ല വലിപ്പമുള്ള ചെറുനാരങ്ങ ആയതുകൊണ്ടാണ് ഞാൻ 4 പീസുകളാക്കുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നാരങ്ങയുടെ വലിപ്പത്തിനനുസരിച്ച് പീസുകളാക്കി എടുക്കുക. ഇപ്പോൾ ഒരു നാരങ്ങ 8 കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ കഷ്ണത്തിലും ചില കഷ്ണങ്ങളിൽ ഇങ്ങനെ വൈറ്റ് പാർട്ട് ഇങ്ങനെ ഉണ്ടാവും നടുവിൽ. അത് പറ്റുവാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നത് നല്ലതായിരിക്കും. അതിന് ഇച്ചിരി കയ്പ്പ് കൂടുതലാണ്. അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇതിനകത്തുള്ള കുരുവും കൂടെ ഒന്ന് റിമൂവ് ചെയ്ത് കളയുക. ഇങ്ങനെ ഓരോ പീസുകളും നമുക്ക് ചെയ്തെടുക്കാം. ഒരു 3-4 എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ആദ്യം തന്നെ കുപ്പിയിലേക്ക് മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ളത് കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നാരങ്ങ കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നാരങ്ങ നീര് ഫുള്ള് ഇങ്ങനെ കട്ടിംഗ് ബോർഡിലുണ്ടാവും. അത് കളയണ്ട. അതോടുകൂടെ നമുക്ക് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നാരങ്ങയെല്ലാം കട്ട് ചെയ്ത് ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ബോട്ടിൽ അടച്ച ശേഷം നന്നായിട്ടൊന്ന് കുലുക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായി കുലുക്കി കൊടുക്കുക. നാരങ്ങയും ഉപ്പുമൊക്കെ നല്ലതുപോലെ മിക്സ് ആവണം. ഇതുപോലെ എല്ലാ ദിവസവും ഒന്ന് കുലുക്കി കൊടുക്കണം. 2 ദിവസം കഴിയുമ്പോഴത്തേനും നാരങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി കഷ്ണങ്ങളെല്ലാം നല്ല സോഫ്റ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കുലുക്കി കൊടുത്തില്ലെങ്കിൽ താഴെയുള്ള കഷ്ണങ്ങളെല്ലാം നല്ല സോഫ്റ്റായിട്ട് വരും, മുകളിലുള്ള കഷ്ണങ്ങളെല്ലാം ഡ്രൈ ആയിട്ടിരിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഒന്ന് കുലുക്കി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു 20 മുതൽ 25 ദിവസം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇതിന് അച്ചാറിടുന്നത്. അപ്പോൾ 20 ദിവസമെങ്കിലും മിനിമം വെക്കണം. 25 ദിവസം വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. എല്ലാ ദിവസവും ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇപ്പോൾ നാരങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് 20 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നാരങ്ങയൊക്കെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാ ദിവസവും കുലുക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാ കഷ്ണങ്ങളും ഒരുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കൈകൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ അച്ചാർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അച്ചാറിന് ഒട്ടും കയ്പും കാണില്ല, നല്ല സോഫ്റ്റും ആയിരിക്കും. അച്ചാറിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 8 വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2-3 എണ്ണോടെ കൂടുതൽ എടുക്കാവുന്നതാണ്. വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു കടായി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അച്ചാർ ഉണ്ടാക്കാൻ എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 നുള്ളു ഉലുവ ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉലുവ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഒരുപാട് അങ്ങ് ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തില്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം.
കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു കളർ കിട്ടും. ഇനി നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കാം. ഉലുവ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമ്മളിത് നാരങ്ങാച്ചാറാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല തിളച്ച വെള്ളം ചേർക്കണം, പച്ചവെള്ളം ചേർക്കരുത്. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം. ഇപ്പോൾ ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട്, ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ ഇത് വീണ്ടും തിക്കാവും. ഒന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടുണ്ട്, കുഴപ്പമില്ല. തണുത്ത് കഴിഞ്ഞപ്പം ഗ്രേവി ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നാരങ്ങയും നാരങ്ങയുടെ കൂടെയുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഗ്രേവിയും നാരങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നാരങ്ങ ഓൾറെഡി ഉപ്പിലിട്ടായിരുന്നു വെച്ചിരുന്നത്. ഈ സമയത്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപ്പ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പം നാരങ്ങയിൽ നിന്ന് ഉപ്പ് നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന ശേഷം നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ അച്ചാർ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം. ബോട്ടിലിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലായിരിക്കണം. അതുപോലെ തന്നെ അച്ചാർ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രം ബോട്ടിലേക്ക് മാറ്റണം. പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഒരിക്കലും അച്ചാർ സൂക്ഷിക്കാൻ പാടില്ല. ഇപ്പോൾ അച്ചാറെല്ലാം ഗ്ലാസ് ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഉപ്പിലിട്ട് വെച്ചിരുന്നതുകൊണ്ട് നാരങ്ങയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇനി അധിക ദിവസം വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 ദിവസം കൊണ്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ തുടങ്ങാം. മസാലയൊക്കെ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് പിടിച്ച് കിട്ടിയാൽ മതി. ഇനി കൂടുതൽ നാൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നല്ലെണ്ണ ചൂടാക്കി അത് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി ഒഴിക്കരുത്, തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരു ലെയർ എണ്ണ മുകളിൽ കിടക്കുമ്പോൾ ഇത് പൂത്ത് പോകാതിരിക്കും. പിന്നെ ഓരോ തവണ നമ്മൾ അച്ചാർ എടുക്കുമ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ എടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ അച്ചാർ പൂത്ത് പോകും. ഒട്ടും കയ്പില്ലാത്ത ഒരു അടിപൊളി നാരങ്ങാച്ചാറാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.